നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ബാങ്ക് ഓഫ് ബറോഡ വിളിക്കുന്നു ഇന്ത്യയിലുടനീളം ഒഴിവുകൾ. ബാങ്ക് ഓഫ് ബറോഡ തങ്ങളുടെ ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിൽ പ്രൊഫഷണലുകളെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. സീനിയർ, മിഡ് ലെവൽ തസ്തികകളിലേക്കായി ആകെ 23 ഒഴിവുകളാണ് ഉള്ളത്. ഫെബ്രുവരി 19 അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. ജനറൽ, OBC, EWS വിഭാഗക്കാർക്ക് 850 രൂപയും SC/ST വിഭാഗക്കാർക്ക് 175 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായി ഫീസ് അടച്ചാൽ മാത്രമേ അപേക്ഷാ പ്രക്രിയ പൂർത്തിയാവുകയുള്ളൂ. അപേക്ഷകരുടെ പ്രായപരിധി 2026 ജനുവരി 1 കണക്കനുസരിച്ച് കുറഞ്ഞത് 28 വയസ്സും കൂടിയത് 40 വയസ്സും ആയിരിക്കണം. ബാങ്ക് ഓഫ് ബറോഡയുടെ നിയമപ്രകാരം പ്രായപരിധിയിൽ ഇളവുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പരിശോധിക്കണം. അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ്, സീനിയർ ക്ലൗഡ് എഞ്ചിനീയർ 3, അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ്, സീനിയർ AI എഞ്ചിനീയർ 2, അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ്, സീനിയർ UI/UX ഡിസൈനർ 1, ഡെപ്യൂട്ടി മാനേജർ UI/UX ഡിസൈനർ 3, അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് ആപ്ലിക്കേഷൻ ആർക്കിടെക്ട് 2, അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് എന്റർപ്രൈസ് ആർക്കിടെക്ട് 6, അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് ടെക്നോളജി ആർക്കിടെക്ട് 2, അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് ഇൻഫ്രാസ്ട്രക്ചർ ആർക്കിടെക്ട് 2, അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് ഇന്റഗ്രേഷൻ എക്സ്പെർട്ട് 2 എന്നിങ്ങനെയാണ് ഒഴിവുകൾ ഉള്ളതെന്നാണ് പറയുന്നത്. എല്ലാ തസ്തികകളിലേക്കും കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നിവയിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഫുൾ ടൈം BE, BTech, ME, MTech, MCA ബിരുദം നിർബന്ധമാണ്. പ്രവൃത്തി പരിചയം ഉൾപ്പെടെയുള്ള വിശദമായ യോഗ്യതാ മാനദണ്ഡങ്ങൾ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ ലഭ്യമാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവരെ 5 വർഷത്തെ പ്രാരംഭ കരാർ കാലയളവിലേക്ക് നിയമിക്കും. പ്രകടനത്തെയും ബാങ്കിന്റെ വിവേചനാധികാരത്തെയും ആശ്രയിച്ച് ഇത് പരമാവധി 10 വർഷം വരെ നീട്ടാവുന്നതാണ്. 60 വയസ്സ് പൂർത്തിയാകുന്നതുവരെയോ കരാർ അവസാനിക്കുന്നതുവരെയോ ഇതിലേതാണോ ആദ്യം അതുവരെ നിയമനം തുടരും. ശമ്പളം, യോഗ്യത, പ്രവൃത്തിപരിചയം, അവസാനമായി ലഭിച്ച ശമ്പളം, അനുയോജ്യത, നിലവിലെ വിപണി മാനദണ്ഡങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയായിരിക്കും കൂടുതൽ വിവരങ്ങൾ ഉണ്ടായിരിക്കുക. താൽക്കാലിക നിയമന സ്ഥലം പോസ്റ്റ് വിശദാംശങ്ങളിൽ നൽകും. എന്നാൽ ബാങ്കിന്റെ ആവശ്യകതകൾക്കനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഇന്ത്യയിൽ എവിടെയും നിയമിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇന്ത്യയിലുടനീളം സേവനമനുഷ്ഠിക്കാൻ തയ്യാറുള്ളവർ മാത്രം അപേക്ഷിക്കുക. അപേക്ഷകർക്ക് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ കുറഞ്ഞത് 680 അതിൽ കൂടുതലോ സിബിൽ സ്കോർ ആവശ്യമാണ്. വായ്പാ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയവർ, പ്രതികൂല ക്രെഡിറ്റ് റിപ്പോർട്ടുകളുള്ളവർ, തൃപ്തികരമല്ലാത്ത ക്രെഡിറ്റ് ചരിത്രമുള്ളവർ എന്നിവരെ അയോഗ്യരായി കണക്കാക്കും. ക്രെഡിറ്റ് പ്രൊഫൈൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ നിയമനത്തിനു ശേഷവും അപേക്ഷകരുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കാൻ ബാങ്കിന് അധികാരമുണ്ട്. അപേക്ഷ, സൂക്ഷ്മ പരിശോധന, ഓൺലൈൻ പരീക്ഷ, സൈക്കോമെട്രിക് ടെസ്റ്റ് അല്ലെങ്കിൽ മറ്റു വിലയിരുത്തലുകൾ, വ്യക്തിഗത അഭിമുഖം എന്നിവ ഉൾപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ. യോഗ്യതകൾ, പ്രസക്തമായ പ്രവൃത്തി പരിചയം, വിഷയത്തിലുള്ള വൈദഗ്ധ്യം, അനുയോജ്യത എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും അപേക്ഷകരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. കുറഞ്ഞ യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് അഭിമുഖത്തിന് ക്ഷണം ലഭിക്കുമെന്ന് ഉറപ്പു നൽകുന്നില്ല. ഷോർട്ട് ലിസ്റ്റിങ്ങിനെയും അന്തിമ തെരഞ്ഞെടുപ്പിനെയും സംബന്ധിച്ച് ബാങ്കിന്റെ തീരുമാനം അന്തിമമായിരിക്കും. അപേക്ഷിക്കുന്നതിന് മുൻപ് എല്ലാ യോഗ്യതാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉദ്യോഗാർത്ഥികൾ ഉറപ്പാക്കണം. അഭിമുഖത്തിനു വേണ്ടിയുള്ള വിളി ഉൾപ്പെടെയുള്ള എല്ലാ ആശയവിനിമയങ്ങൾക്കും രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ID മാത്രമായിരിക്കും അയക്കുന്നത്. ഈ നിയമന പ്രക്രിയയുമായി ബന്ധപ്പെട്ട എല്ലാ പുതിയ വിവരങ്ങൾക്കും തിരുത്തലുകൾക്കും മാറ്റങ്ങൾക്കുമായി ബാങ്ക് ഓഫ് ബറോഡയുടെ വെബ്സൈറ്റിലെ കറന്റ് ഓപ്പർച്യൂണിറ്റീസ് വിഭാഗം പതിവായി പരിശോധിക്കേണ്ടതാണ്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.